ഈ ബോസ് അവിടെ പോയി കിടക്ക. ദാ വരുന്നു. ഹായ്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തോന്നി. എന്ത് ചെയ്യാനാടാ, കൊറിയയിലെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ. നേരത്തെ ഇവൻ അവിടെ ഉള്ളപ്പോ ഇത്ര കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഇവനിങ്ങ പോകുന്നില്ലേ. ബോസ് ഡാഡാ, ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. സോറി ചായ, നീ വൃത്തികേട് കൊണ്ട. അതെനിക്ക് അറിഞ്ഞൂടാടാ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. നിനക്കൊരു ലൈഫ് ഉള്ളതല്ലേ. പിന്നെ എന്റെ അനിയൻ എന്ത് പറയുന്നു? അവൻ കണ്ടുപിടിച്ചു നിന്റെ കള്ളത്തരം? ഇല്ല ചായ. ഇത്രയായിട്ട് അവൻ കണ്ടുപിടിച്ചില്ല? അല്ല, എന്ന് പറയാനാ നിന്റെ പ്ലാൻ? അവൻ നിന്നെ ക്രിസ്സായി അംഗീകരിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഈ ചായ, അത് എന്താടാ? ഞാൻ ഇവയെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? അതെന്താ എനിക്കിപ്പൊ ഇങ്ങനെ തോന്നാൻ? അവനൊരു പാവ, സ്നേഹിക്കാൻ മാത്രമേ അവനറിയൂ. പക്ഷെ ഞാനങ്ങനല്ലല്ലോ. ചെയ്യുന്ന കാര്യത്തിൽ ന്യായമുണ്ടെങ്കിലും ഞാനൊരു ക്രിമിനലല്ലേ. നീ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ? അല്ലിച്ചായ, ഇച്ചാനും കാണല്ലേ സ്വന്തം അനിയനെ നല്ലൊരാളുടെ കൂടെ അയക്കണമെന്ന്. നീ എന്നെ അങ്ങനാണോ കണ്ടേക്കുന്നേ? മരണം മുഖാമുഖം കണ്ട നേരം ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചുകൊണ്ടുവന്ന നീയാ. ആ ആക്സിഡന്റ് നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു ക്രിസ്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എന്റെ എവീനെ എനിക്ക് പൂർണ്ണ സമ്മതം. പക്ഷെ ഇങ്ങനെയല്ല, നിന്നെ ക്രിസ്സായി തന്നെ അവൻ അംഗീകരിച്ച. ആരെതിർത്താലും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും. ഇത് ആൽവിൻ ഫിലിപ്പ് തരുന്ന വാക്ക. നീ ബേജാറാവാതടാ. നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എന്റെ അനിയന് കഴിയില്ല. അല്ല മോനെ, നിന്റെ കാര്യം ഇന്ന് വല്ലതും നടക്കൂ? ബെസ്റ്റ്. ഇവരെ പേടിയിച്ചായ. ആൻസർ നിനക്ക് പേടിയോ? അത് പിന്നെ അവനെ കാണുമ്പോ എനിക്ക് കയ്യും കാലും വിറയ്ക്കും. പിന്നല്ലേ കാര്യം പറയുന്നേ. എന്നാ കയ്യും കാലും കെട്ടിവെച്ചിട്ട് പ്രപ്പോസ് ചെയ്യും. ഇച്ചായ അല്ല, പിന്നെ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യും. ഒരു ചെറുക്കനെ പ്രപ്പോസ് ചെയ്യാൻ പേടിയാണ് പോലും. ഓട്ടൻ ഇച്ചായനങ്ങനെ പറഞ്ഞാ മതി. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യല്ല. നിനക്ക് എളുപ്പമല്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ കണ്ടല്ല. പിന്നെ ഞാൻ വിളിപ്പിച്ചത്, ഇവിടെ ഐസക്ക് ലാൻഡ് ആയിട്ടുണ്ട്. ഏത് ഐസക്ക്? മറ്റേ ലോയറിന്റെ അനിയനാണോ? അതെ. അവനെന്തിനാ? അവനവന്റെ പെങ്ങളെ കൊന്നവനെ തിരക്കിയിറങ്ങിയതാ. അവനെ അന്നേ തീർത്തേക്കെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തായാലും അവൻ മരിക്കേണ്ടവനാ. എടാ, അന്ന് അവളെ കൊന്നതിന് ശേഷം പോലീസ് അലേർട്ടായിരുന്നോണ്ടാ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പോലീസുകാർക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ലീഡ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് വീട്, അത് നമുക്ക് പുത്തരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അല്ല, പക്ഷെ അത് അന്വേഷിക്കുന്നത് നിന്റെ അപ്പനാ. അതോർത്തിച്ച് ഞാൻ പേടിക്കണ്ട. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അവനെ അങ്ങ് തീർച്ചേക്കാം. ക്രിസ്, അത് ചീല് കാര്യം. അവൻ പോയാലും എവിടെ വരെ പോവാനാ? അതുപോലെ ശരിയാ. എനിക്ക് കണ്ടുപിടിക്കണം. നിനക്ക് പ്രാന്താണോ? ജീവിക്കാൻ ആഗ്രഹമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? കോൾ ചെയ്തപ്പോ നീ ഇങ്ങനൊന്നുമല്ലല്ലോ പറഞ്ഞേ. അന്നേരം അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് മരിച്ചത് എന്റെ പെങ്ങളാ. എന്നിട്ട് ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ? ഐസക്, നിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാകും. പക്ഷെ അവരുടെ പിന്നാലെ പോയാ നീ പെടത്തേ ഉള്ളൂ. ഒറ്റയ്ക്ക് കയറി ചെന്ന് അവരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം നിന്നെ തീർക്കും അവര്. നിനക്കറിയോ അതാരാന്ന്? ഇല്ല, പക്ഷെ അവര് വലിയ ഏതോ ടീമാണെന്ന് ഞാൻ അറിഞ്ഞു. ഏതോ മാഫിയ മറ്റോ ആണ്. അവരെന്തിനാണ് എന്റെ പെങ്ങള്? ആരെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനേ വഴിയുള്ളൂ. അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ നീ നിന്റെ പെങ്ങളും ചെയ്തു വെച്ചേക്കുന്നേ. ജിമ്മി, ദാ വരുന്നു. അതാരാ? എന്റെ പെങ്ങളാ. അവളെന്താ ഇവിടെ? അത് വേറൊരു വള്ളിയായിട്ട് വന്നേക്കുവോ. എന്ത് ചെയ്യാനാ, പെങ്ങളായി പോയില്ലേ, സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വേണേ ഞാൻ നിനക്കൊരു സഹായം ചെയ്യാം. ഇവൾക്ക് വേണ്ടി ഞാനൊരു ഡീല് സംസാരിക്കാൻ ഒരു ടീമിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവരോട് പറഞ്ഞ ചിലപ്പോ നിന്റെ പെങ്ങളെ കൊന്നവരെ കണ്ടുപിടിക്കാൻ സഹായിക്കും. അതേത് ടീമോ? SK എന്നോ മറ്റോ ആണ്. വലിയ പിടിയൊന്നുമില്ല,
പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും ഹൈ ലെവലാണെന്നറിയാം. അല്ല, നിന്റെ പെങ്ങൾക്ക് എന്ത് ഡീലാണ്? അതൊക്കെയുണ്ട്, നീ വാ. ഹരി, എവിനെ കണ്ടോ? അവര് കറക്കം കഴിഞ്ഞ് വൈകുന്നേരത്തിന് മുന്നേ വന്നെന്ന് ആനി പറഞ്ഞു. ഹെവി കറക്കമൊക്കെ കഴിഞ്ഞ് ചാടിത്തുള്ളി റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നിട്ടില്ല. കലിപ്പാണോ? ആണെന്ന് തോന്നുന്നു. എങ്ങനെ തോന്നാതിരിക്കും? കൂടുള്ള ബോയ് ഫ്രണ്ടാണ് ആരുടെ അമ്മേനെ കെട്ടിക്കാൻ അവനെ ഒറ്റയ്ക്കാക്കി പോയി. പിന്നുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടാ. അവനാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവനെ ഒറ്റയ്ക്കാക്കി നീ പോയില്ലേ? പിന്നെ സങ്കടം വരില്ലേ അവന്? ഹരി, നിനക്കെല്ലാം അറിയാലോ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്കറിയാം, പക്ഷെ അതൊന്നും എനിക്കറിയില്ലല്ലോ. അവന്റെ കാഴ്ചപ്പാടി നിങ്ങളെല്ലാരും ട്രിപ്പ് വന്നേക്കും. അന്നേരം നിങ്ങൾ ഇങ്ങനെ കാണിച്ച എങ്ങനെ ശരിയാവുന്നേ? പോരാത്തതിന് ക്രിസ്റ്റി ഇതുവരെ വന്നിട്ടില്ല. കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെ അവന്റെ നല്ലതിനു വേണ്ടിയാണ്. പക്ഷെ അവനെ ഇഗ്നോർ ചെയ്തിട്ടാവരുത്. ഞാൻ അവനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. അത് വേണ്ട, ഇപ്പൊ അവൻ നീ പറഞ്ഞതൊന്നും കേട്ടെന്ന് വരില്ല. അതുകൊണ്ട് നാളെ സംസാരിച്ചാ മതി. അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ടല്ലോ. ട്രിപ്പാണ് പോലും ട്രിപ്പ്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ഇങ്ങനെയാണ് എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ. കണ്ടോ, ഒരുത്തനോട് ഞാൻ മിണ്ടില്ല. ഹലോ ഹെവി, ക്രിസ്റ്റി, നിന്റെ സൗണ്ട് എന്ത് വല്ലാതിരിക്കുന്നേ? ഹലോ ഹെവി, ഹെവി, നീ പുറത്തേക്കൊന്ന് വരാൻ പറ്റോ? ഹലോ ക്രിസ്റ്റി, ഹലോ. കോള് കട്ടായല്ലോ. കർത്താവേ, അവനെന്തേലും പറ്റിക്കാണോ? ക്രിസ്റ്റി, ഹലോ. നിനക്കൊന്നും പറ്റിയില്ലേ? സോറി എവി, നിന്നെ പുറത്തിറക്കാൻ ഈ വഴിയെ ഞാൻ കണ്ടുള്ളൂ. ഞാൻ പോണം, എനിക്ക് ഉറങ്ങണം. പാതിരാത്രി നിന്റെ ഡ്രാമ കാണാൻ എനിക്ക് സമയമില്ല. നിക്ക്. എന്താ ആ വാടച്ചക്ക, ഒരു നൈറ്റ് വാക്കിന് പോയിട്ട് വരാം. ഈ 8 മണിക്കോ? പിന്നെ നൈറ്റ് വാക്ക് ഉച്ചക്കാണോ പോകുന്നത്? ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നൈറ്റ് ഷോയ്ക്ക്. വാ. ഇപ്പോഴോ? ഓ, ഈ ചെക്കനെ ഇങ്ങോട്ട് വാടാ. എന്നെ താഴെ ഇറക്ക്, ഞാൻ നടന്നോളാം. ചിലപ്പോ നീ ഓടിപ്പോയാലോ? എന്നെ ഇറക്കി വിടുற പട്ടി. ഇതേ, ഞാൻ വെള്ളത്തിലുണ്ടായ മിണ്ടായിരുന്നു. നീ ഈ പടം കാണാനാണോ എന്നെ ഈ പാതിരാത്രി ആനയിച്ചു കൊണ്ടുവന്നേ? അതെ, അടിപൊളിയല്ലേ? പിന്നെ ലവറിന്റെ കൂടെ കാണാൻ പറ്റിയ മൂവി മണ്ട. എവി, ഇത് രാത്രി കാണുമ്പോൾ ഒരു ത്രില്ലുള്ളൂ. വെറൈറ്റി അല്ലേ? തേങ്ങ. എവിക്ക് പേടിയാണേ, എന്നെ കെട്ടിപ്പിടിച്ചോ? അത് വേണ്ട. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. മോൻ സിനിമ കാണി. We cast you out! The Conjuring last rites. അമ്മേ, ഇത് ഞാൻ എങ്ങനെ കണ്ടു തീർക്കും? എന്താ എന്റെ മോന്തൊക്കെയാണോ സിനിമ ഇരിക്കുന്നേ? അത് എവി, ഹൊറർ മൂവി ആണെങ്കിലും വല്ലാത്തൊരു മൂഡ്. അയ്യേ, അതിന് ചെറിയ വട്ടൊന്നുമല്ല. എവി, can I kiss you? ഇപ്പോഴോ? ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമല്ല. അതിന് എവി, എന്താ ഭ്രാന്തൻ? പ്രേതപടം കാണിച്ചിട്ട് എന്താണോ? നീ തന്നെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ പോണു. കർത്താവിനെ എങ്ങനെ ഉറങ്ങും? എവി നിക്ക്, ഞാനും വരുന്നു. പോടാ എവി. എങ്ങോട്ടാ? നിക്കി, നീ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കാണോന്ന്. ഞാൻ ഉറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? എന്ത് പ്ലാൻ? എനിക്കൊരു പ്ലാനും ഇല്ല. പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി വരേണ്ട ആവശ്യം എന്താ? അത് നീ ഉറങ്ങിയെങ്കിൽ ഉണർത്താതിരിക്കാൻ വേണ്ടി. കൂടുതലങ്ങ് ഉരുളല്ലേ. താൻ ഇത്ര നേരം എവിടെയായിരുന്നു? അല്ല, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യം വരാതെ താൻ എവിടെ പോയതാ? ആരെ കാണാൻ പോയതാ? ലേറ്റ് ആയതെന്താ?
ഒന്നും നിർത്തില്ല. ഇത്രയത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടണം. ഇല്ലേ താനും നീ റൂമിൽ കിടക്കില്ല, പുറത്ത് കിടക്കേണ്ടി വരും. ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണിച്ചു തരാം മോനെ. അല്ല, നിന്റെ സംസാരം കേട്ടാ തോന്നും നീ എന്റെ പെണ്ണുമ്പളാന്ന്. ആണെന്ന് കൂട്ടിക്കോ. എന്താ? അതെ, ഞാൻ തന്നെ പെണ്ണുമ്പളയാന്ന് കരുതിക്കും. കാര്യം പറ. ഓ, ഐ സീ. താനെന്താ ചെയ്യുന്നേ? ആൻസൺ, എന്താ കാണിക്കുന്നേ? നീയല്ലേ പറഞ്ഞേ നീ എന്റെ പെണ്ണുമ്പിള്ളയാണെന്ന്? സാധാരണ ഭർത്താക്കന്മാർ രാത്രി ഭാര്യമാരെ സ്നേഹിക്കാറാണ് പതിവ്. അപ്പൊ നിന്നെ സ്നേഹിക്കാമെന്ന് കരുതി. ആൻസൺ, കളിക്കല്ലേ? കളിച്ചില്ലല്ലോ, കളിക്കാൻ പോണല്ലേ ഉള്ളൂ. അയ്യേ, പോടാ വൃത്തികെട്ടവനെ. ഭർത്താവിനെ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ ഭാര്യയെ? ആൻസൺ, ഞാൻ വെറുതെ പറഞ്ഞേ, പ്ലീസ് എന്നെ വിട്. നോ ആൻസൺ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യം ചോദിക്കാനുണ്ട്. അതൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം അധ്വാനം, പിന്നെ സംസാരം. വാ, നമുക്ക് അധ്വാനിക്കാം. ഈ കട്ടിൽ നമുക്കൊരു മണിയറയാക്കാം. പോവല്ലേ, എനിക്കൊന്നും അറിയണ്ടായേ. നിന്നെ ഒതുക്കെ എനിക്കറിയാട കോഴിക്കുഞ്ഞേ. അമ്മേ, എന്റെ ഹൃദയം. നീ എന്ത് ഈ പാതിരാത്രി ഇവിടെ ചെയ്യുന്നേ? എടാ, എന്റെ നെഞ്ച് വേദനിക്കുന്നടാ. ഗ്യാസ് ആയിരിക്കും. പോടാ ഭ്രാന്ത. എന്റെ ഹൃദയമെടുപ്പ് കൂടിയെന്നാ ഞാൻ പറഞ്ഞു. നീ വല്ലതും കണ്ട് പേടിച്ചോ? ഇല്ല. പിന്നെ? അല്ല, നിന്റെ മുഖം എന്താ ചുമന്നിരിക്കുന്ന? എന്താ പറ്റിയേ? അതൊന്നുമില്ലടാ, ഞാനിന്ന് നിന്റെ കൂടെ കിടന്നോളാം. അതെന്തിനാ? നിന്റെ റൂമിന് എന്ത് പറ്റി? അവിടെ ഒരു പൂച്ചയോ? അതിന് നീ എന്തിനാ പേടിക്കുന്നേ? അത് വേറൊരു പൂച്ചയല്ലേ? അതൊരു കണ്ടം പൂച്ച. അതത്ര വെടിപ്പല്ല. നീ വന്നേ. റൂമില് കണ്ടം പൂച്ച? നീ വരുന്നുണ്ടോ? അതാ വരുന്നു. ഹെവി, നിക്ക്. ഹെവി, എന്താ പിണക്ക മാറിയില്ലേ? അങ്ങനൊന്നും അത് മാറില്ല. നിക്ക്. ഞാൻ ഈ രാത്രി ഹൊറർ മൂവി കാണിച്ചതിനാണോ അതോ ഇന്ന് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാത്തതിനാണോ? എല്ലാത്തിനും ഹെവി സോറി. ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി. അതിന് ഞാനെന്ത് വേണം? നീ എന്തേലും ചെയ്. പോവല്ലേ. നിന്റെ പിണക്കം മാറ്റാൻ ഒരു സൂത്രം കാണിച്ചാട്ടെ. കണ്ണടക്ക്. കണ്ണടക്ക്. അടച്ചു. 1 2 3. ഇനി കണ്ണു തുറന്നു. താങ്ക് യു. എവി, നമ്മുടെ ഒരു താങ്ക്സ് ഒക്കെ വേണം. എനിക്കറിയില്ല, ഇങ്ങനൊക്കെ ഞാൻ ആദ്യമായിട്ടാ. എവി, പെട്ടെന്നൊരു ദിവസം ഞാൻ ക്രിസ്ത്യ അല്ലാണ്ടായ നീ എന്നെ സ്നേഹിക്കൂ? എന്താ? വേറൊന്നും കൊണ്ടല്ല, ജസ്റ്റ് ഒന്നറിയാൻ. ഞാൻ മരിച്ച നീ എന്ത് ചെയ്യുന്നൊക്കെയുള്ള ടിപ്പിക്കൽ ചോദ്യം ചോദിച്ച് ഞാൻ നിന്നെ വെറുപ്പിക്കുന്നില്ല. അതുകൊണ്ടൊരു വെറൈറ്റിക്ക് വേണ്ടി. നീ ഇന്ന് മൊത്തത്തിൽ വെറൈറ്റി ആണല്ലോ. ഇനി പറ, ഞാൻ നിന്റെ പഴയ ബോയ് ഫ്രണ്ട് അല്ലെന്ന് അറിഞ്ഞാ നീ എന്നെ സ്വീകരിക്കുമോ? ക്രിസ്റ്റി, നീ പഴയതോ പുതിയതോ ഐ ഡോണ്ട് കെയർ. ഇപ്പൊ എന്നെ കെയർ ചെയ്യുന്ന, എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന, ഇപ്പൊ എന്റെ മുന്നിൽ എന്നെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ഈ ക്രിസ്റ്റിയെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. ഇനി ഏത് ജന്മത്തിലാണെങ്കിലും ഞാൻ നിന്നെ മാത്രമേ സ്വീകരിക്കൂ. നോ മാറ്റർ ഹു യു ആർ, ഐ ഓൺലി അക്സെപ്റ്റ് യു. ഐ ലവ് യു ഹബി. സത്യമാണോ? അതെ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നിന്റെ ഈ മാറ്റമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നീ എനിക്ക് വേണ്ടി ചേഞ്ച് ആയതാണോന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ലൈക്ക് യു ആൻഡ് ഐ ലവ് യു ഹബി. എന്താ ഹബീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു ഒരുപാട്. എനിക്ക് ക്രിസ്റ്റീനെ വിളിക്കുമ്പോ എന്തോ പഴയതൊക്കെ ഓർമ്മ വരുന്ന പോലെ. ഇനി മുതൽ ഞാൻ നിന്നെ ഹബീനെ വിളിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എനിക്ക് ഇത് തന്നെ ഇഷ്ടപ്പെട്ട. ക്രിസ്റ്റീനെ വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ ആയിരുന്നു. അതെന്താ? ക്രിസ്റ്റീനയുടെ പേരിഷ്ടല്ലേ? അല്ല, എന്നാ പേരങ്ങ് മാറ്റ്. അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല.
എന്നെ ഇങ്ങനെ നോക്കല്ലേ. എന്റെ വീട്ടിൽ ബ്ലഷ് അടിക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ഹബി, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല, ഉറപ്പാണോ? എന്താ വേ ഇങ്ങനെ ചോദിക്കാൻ? അറിയില്ല, എന്തോ നീയും ഇപ്പൊ മിക്കിയും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതാ ചോദിച്ചേ. മിക്കി നിന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ല, അവൻ ഇന്നത്തെ ദിവസം എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല. നാളെ ആവട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവി, നീ ഉറങ്ങിയോ? ഇല്ല, ഉറക്കം വരുന്നില്ല. ഈ രാത്രി ഇനി എങ്ങാനും ആ പടത്തിൽ കണ്ട ചേച്ചി വരുവോ? ദേ, ഒരുമാതിരി മറ്റടുത്ത് പരിപാടി കാണിക്കില്ലേ. സോറി, ഞാൻ എനിക്ക് പേടിയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്തതാ. തേങ്ങ ആ പടം കണ്ടപ്പോ തൊട്ട് എങ്ങനെ കിടന്നുറങ്ങുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നെ. അപ്പൊ നീ സമ്മതിച്ചില്ലേ? എന്റെ എനിക്ക് പ്രേത്തെ അത്രയ്ക്ക് പേടിയാണ്. പേടിയൊക്കെ തന്നെ, പക്ഷെ പഴയ ക്രിസ്ത്യൻ അത്രയൊന്നുമില്ല. എന്തിനാ ചിരിക്കുന്നെ? ഒന്നുമില്ല, നിന്റെ സംസാരം കേട്ടപ്പോ ചിരിച്ചു പോയതാ. ഇവയുടെ പേടി മാറ്റാൻ ഒരൊറ്റ കൈ പ്രയോഗമുണ്ട്. അതെന്താ? ഹബി, വേണ്ട, വേണം. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசும் நேற்று தேவையில்லை நாளை தேவையில்லை ഹബി, விதையின்றி விண்தோறும் மழையின்றி இது இல்லை இவன் தோட்டம் பூ பூக்குதே എബി, നീ പേടിക്കണ്ട. ഞാൻ നിന്നെ കിസ്സിനുപരി ഒന്നും ചെയ്യില്ല. അല്ലേലും അതിനൊന്നും ടൈമായിട്ടില്ല. എന്റെ എവിക്കുട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പൊ പേടി വരില്ല. മോദിയും തീർന്നു പോവതില്ലേ. എവി, പ്ലീസ് എന്നോട് എന്തേലും ഒന്ന് സംസാരിക്കേ. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാലോ. മിക്കായലോ? എന്താ, അതിന്റെ പേരല്ലേ? എവി, ഐ എം സോറി. ഇന്നലെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്തതല്ല. നീ ഒന്നും പറയണ്ട. നീ ആ ഹരിയും കെട്ടിപ്പിടിച്ചിരുന്നാ മതി. നിനക്ക് പൊസസീവ്നെസ് ആണോ? ലവറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലും പൊസസീവ്നെസ് ഒക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ നീ ഹരിയോട് മിണ്ടുന്നതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അതെന്നെ ഇഗ്നോർ ചെയ്തിട്ടാവരുത്. എവി, ഐ എം സോറി. എന്താ കാര്യമെന്ന് പറ. എവി, അതെനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. ഹരിയോട് പറയാം, എന്നോട് പറയാൻ പറ്റില്ല. കൊള്ളാം, അപ്പൊ ഇത്രയുള്ളല്ലേ നമ്മള്? എടാ, അതല്ല. പിന്നെന്തല്ല? ഞാൻ പോകും. എവി, പ്ലീസ്, ഞാൻ പറയാം. നീ അതെങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇത് നിന്നെ സംബന്ധിച്ചുള്ള കാര്യം. എന്നെ സംബന്ധിച്ചോ? എന്ത് കാര്യം? ഇത് കേൾക്കുമ്പോ നിനക്ക് വിഷമാവും. പക്ഷെ നീ കാര്യം പറ മിക്കി. എവി, നീ എന്തൊന്നും മിണ്ടാത്ത? ഞാൻ അന്നേരം പറഞ്ഞില്ലേ നിനക്ക് വിഷമാവുമെന്ന്. അതുകൊണ്ടാ ഞാൻ ഒന്നും പറയാതിരുന്നേ. നിന്നെ കണ്ട് സംസാരിച്ച എന്റെ കയ്യിൽ നിന്നെല്ലാം പോകുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇന്നലെ നിന്നെ ഇഗ്നോർ ചെയ്തത്. എവി, നീ കരയാണോ? എന്തിന്? അപ്പൊ നിനക്ക് വിഷമമൊന്നുമില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നേ? ആ നാറ് ചെറ്റത്തരം കാണിച്ചതിന് ഞാനെന്തിനാ കരയുന്നേ? എവി, എന്താടാ? ഞാൻ ഇങ്ങനൊന്നുമല്ല പ്രതീക്ഷിച്ച്. പിന്നെ അവൻ ഞാനുള്ളപ്പോ തന്നെ വേറെ അമ്മമാരെ വെച്ചോണ്ടിരുന്നതിന് ഞാനെന്തിനാ കരയുന്നേ? എനിക്കെന്ത് ഭ്രാന്താണ്. നീ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നീ എന്ത് ചെയ്യാനാ പോന്നെ? ഞാനെന്ത് ചെയ്യാ? അവനോട് ചോദിക്കണ്ടേ? നീ ഇത്രയും പ്രാക്ടിക്കലായി ചിന്തിക്കുമായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് നേരത്തെ നിന്നോട് പറഞ്ഞേനെ. നേരത്തെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നീ എന്തോ ഉദ്ദേശിച്ച്? നിന്നെ എനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ പറയാ. ഈ കാര്യം അത് നീ കണ്ടുപിടിക്കുമെന്നാ ഞാൻ കരുതി. ഒന്നും മനസ്സിലായില്ലല്ലേ? നീ അറിഞ്ഞപ്പോ വേറൊന്നും അറിഞ്ഞില്ലേ? അതോടെ പറയാനാ ഞാൻ വന്നേ.
നീ പറയണ്ട, എനിക്കറിയാം നമ്മുടെ കൂടെ ഉള്ളത് യഥാർത്ഥ ക്രിസ്റ്റി അല്ലെന്നല്ലേ. അതേടാ, നീ തള്ളിക്കളയാൻ വരട്ടെ. അതിനാര് തള്ളിക്കളഞ്ഞു? നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കള്ളുപിടിച്ച് ബോധമില്ലാത്തപ്പോ അവൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് അവന്റെ വിചാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ക്രിസ്റ്റിയല്ല, ക്രിസ് ആണ്. ക്രിസ് ഇമ്മാനുവൽ.